കോൺഗ്രസ് മുക്ത ഭാരതം മോഡി അമിത്ഷായും ആഗ്രഹിക്കുന്നു. അത് കേരളത്തിൽ പ്രദാനം ചെയ്യാൻ കഴിയുന്നത് ബി ജെ പിക്കല്ല, ഇടതുപക്ഷത്തിനാണെന്ന് നമ്മൾ മനസ്സിലായി. അങ്ങനെയാണ് ലാസ്റ്റ് മിനിറ്റിൽ ഒരു ധാരണ ഇവർ തമ്മിൽ ഉണ്ടാകുന്നത്. കേരളത്തിൽ UDF തിരിച്ചു വരണമെങ്കിൽ നേതാക്കളും പ്രവർത്തകരും ഒരുമിച്ച് പ്രവർത്തിക്കണം. നേതാക്കളും പ്രവർത്തകന്മാരും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ തിരിച്ചുവരവ് പ്രയാസകരമാണ്. ഇത് കോടതി കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ ലിയോ ഒരു സംശയവും വേണ്ട, ഇവർ ഈ അയ്യപ്പൻ്റെ വിഗ്രഹം അടിച്ചു മാറ്റി ഒരു ഡ്യൂപ്ലിക്കേറ്റ് അയ്യപ്പനെ അവിടെ വെക്കുമായിരുന്നു. ഇവരുടെ യഥാർത്ഥത്തിലുള്ള ഇവരുടെ സഞ്ചാരപഥങ്ങൾ ഇതെല്ലാം പരിശോധിച്ചാൽ ഒരു സംശയവും വേണ്ട, ലിയോ കേരളത്തിലെ മുൻ മന്ത്രിമാരും ഇപ്പോഴത്തെ മന്ത്രിസഭയിലെ മന്ത്രിമാരും വലിയ ഉന്നതരായ ആളുകളും ജയിലിൽ പോകേണ്ടി വരും. AK ബാലൻ്റെ ഒരു പ്രസ്താവന വന്നു. AK ബാലൻ പറഞ്ഞു UDF അധികാരത്തിൽ വന്നാൽ ജമായത്തെ ഇസ്ലാമി ആയിരിക്കും ആഭ്യന്തരമന്ത്രി എന്ന്. ഇത് ഇത് BJPയുടെ ഭാഷയാണ്. ഞങ്ങളേതായാലും കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുമെന്ന് വിശ്വസിക്കുന്നവരല്ല. കഴിഞ്ഞ തവണ K മുരളീധരൻ മത്സരിച്ചതുകൊണ്ടാണ് അക്കൗണ്ട് തുറക്കാതെ പോയത്, അല്ലാണ്ട് CPMൻ്റെ മെച്ചം കൊണ്ടല്ല. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊപ്പം ഒരു വിശിഷ്ട അതിഥിയാണുള്ളത്, മുതിർന്ന കോൺഗ്രസ് നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല. നമസ്കാരം സാർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം. കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രിയോടാണോ ഞാനിപ്പോൾ സംസാരിക്കുന്നത്? അതെല്ലാം നമ്മുടെ പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമല്ലേ. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം UDFനെ അധികാരത്തിൽ കൊണ്ടുവരിക, അത് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ അതനുസരിച്ച് എല്ലാവരും യോജിച്ച് പ്രവർത്തിക്കുക. സ്ഥാനമാനങ്ങളെപ്പറ്റിയുള്ള ചർച്ചകളല്ല ആവശ്യം. ഒരു പുതിയ കേരളം കെട്ടിപ്പടുക്കാൻ എന്തെല്ലാം ചെയ്യണം, അത് നിലവിലുള്ള സർക്കാരിനെ വിമർശിക്കുക മാത്രമല്ല, പോസിറ്റീവായിട്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും. കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടാണ്. ഇതുപോലെ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്ന മറ്റൊരു പ്രദേശം ഈ ലോകത്തുണ്ടോ എന്ന് സംശയമാണ്. നല്ല കംഫർട്ടബിളായിട്ടുള്ള ക്ലൈമറ്റ്, ചൂടില്ലാത്ത, തണുപ്പ് അധികമില്ലാത്ത, മോഡറേറ്റ് ക്ലൈമറ്റുള്ള സ്ഥലം. അപ്പം അത് മാത്രമല്ല, ദൈവം കനിഞ്ഞനുഗ്രഹിച്ച ഒരു നാടാണ് കേരളം. ഒരു ഭാഗത്ത് കടൽ, കായൽ, മലനിരകൾ. അപ്പോൾ അതിമനോഹരമായ ഒരു ഭൂപ്രദേശമാണ്. അപ്പോൾ ഇവിടെ ജീവിക്കുന്ന ജനങ്ങൾക്ക് സ്വൈര്യമായി ജീവിക്കാനും സന്തോഷത്തോടെ ജീവിക്കാനും കഴിയുന്ന തരത്തിലുള്ള ഒരു മുന്നേറ്റമാണ് ഭരണകൂടങ്ങളിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ക്ഷമിക്കണം, കഴിഞ്ഞ 10 വർഷത്തെ ഈ ഭരണത്തിന് കേരളത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. ശ്രീ പിണറായി വിജയൻ ഗവൺമെൻറ് അധികാരം ഒഴിയുമ്പോൾ ഈ 10 വർഷം ഞാൻ ഇന്നത് ചെയ്തു എന്ന് പറയാനായി ഒന്നുമില്ല. അദ്ദേഹത്തിൻ്റെ പാദമുദ്രകൾ ഇവിടെ പതിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. അവിടെയാണ് ഈ LDF ഗവൺമെൻറ് പരാജയപ്പെട്ടിടത്തുനിന്നാണ് ഞങ്ങൾ ആരംഭിക്കുന്നത്. അപ്പോൾ കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്ക് അവരുടെ ജീവിതത്തിലുണ്ടാകേണ്ട മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല, നാടിനുണ്ടാകേണ്ട മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല. കേരളം അനുദിനം തകരുന്നു, പുരോഗതിയിലേക്ക് എത്തുന്നില്ല. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കേരളം എല്ലാ രംഗത്തും പരാജയപ്പെടുന്ന സാഹചര്യം നമ്മൾ കാണുന്നു. ആ സാഹചര്യത്തിൽ നിന്നാണ് പുതിയൊരു കേരളത്തിൻ്റെ നിർമ്മാണം ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ തൊഴിൽരഹിതരായ ചെറുപ്പക്കാർ, ഇപ്പോൾ ഇവിടെ ആരാ ചെറുപ്പക്കാരുണ്ട്? കേരളം ഒരു വൃദ്ധസദനമാണ്. എല്ലാ ചെറുപ്പക്കാരും വിദേശത്ത് പോകുന്നു. +2 കഴിഞ്ഞ എല്ലാ കുട്ടികളും ഇപ്പോൾ ജർമ്മൻ ഭാഷയാണ് പഠിക്കുന്നത്. കാരണം ജർമ്മനിയിൽ പോയി നഴ്സായി ജോലി ചെയ്യാം. അപ്പം തന്നെയുമല്ല, അയർലൻഡ്, ഓസ്ട്രേലിയ, ബ്രിട്ടൻ, UK, യൂറോപ്പ് തുടങ്ങിയ രാജ്യങ്ങളിൽ, കാനഡ, നമ്മുടെ ആളുകൾ ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിന് കാരണം? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കേരളത്തിൽ അവർക്ക് മാന്യമായ തൊഴിൽ കിട്ടുന്നില്ല, ജീവിക്കാൻ കഴിയുന്നില്ല. അപ്പം മാന്യമായ തൊഴിൽ കിട്ടി ഇവിടെ ജീവിക്കാനുള്ള അവസരമുണ്ടെങ്കിൽ ആരും വെളിയിൽ പോവില്ല. മികച്ച വിദ്യാഭ്യാസം, തൊഴിലിനുള്ള അവസരം, ഇതൊക്കെ ഉണ്ടെങ്കിൽ ആരാണ് കേരളം വിട്ടു പോകുന്നത്? അപ്പോൾ ഈ ഉണ്ടാകുന്ന എക്സോഡസ് വൻതോതിലാണ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ഏജൻസിയുടെ പരസ്യം ഞാൻ കണ്ടു. 7000 പേര് ഒരുമിച്ച് കാനഡയിൽ കൊണ്ടുപോവാണ്. അപ്പം നമ്മുടെ ലക്ഷ്യം എന്താ? UDF ഗവൺമെൻറ് വന്നാൽ നമ്മുടെ ചെറുപ്പക്കാർക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ഇവിടെ കൊടുക്കാൻ കഴിയുന്ന, മാത്രമല്ല അവർക്ക് മെച്ചപ്പെട്ട ജോലി കിട്ടുന്ന,
നല്ല ശമ്പളം കിട്ടുന്ന തരത്തിലുള്ള ജോലികൾ അവർക്ക് നൽകാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകണം. ആ അന്തരീക്ഷം ഇന്ന് കേരളത്തിലില്ല. വൈസ് ചാൻസലർമാരില്ലാത്ത യൂണിവേഴ്സിറ്റികൾ, രജിസ്ട്രാർമാരില്ലാത്ത സർവകലാശാലകൾ, എന്തിന് കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ പോലുമില്ല. ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ ഫൈറ്റാണ്. അപ്പം ഞാനിത് പൊതുവായി പറഞ്ഞതാണ്. ഒരു പുതിയ കേരളത്തിനെ നിർമ്മിതിക്ക് വേണ്ടി UDF ആഗ്രഹിക്കുന്നു. നമുക്ക് നഷ്ടപ്പെട്ടു പോയ കൈമോശം വന്ന 10 വർഷത്തിൽ നിന്നൊരു ഉയർത്തെഴുന്നേൽപ്പാണ് UDF ഇതുകൊണ്ട് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും അത് വളരെ സന്തോഷമുള്ള കാര്യമാണെങ്കിലും എനിക്ക് ഈ 10 വർഷത്തെ ഭരണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അങ്ങയുടെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിലുള്ള പെർഫോമൻസാണ് ഓർമ്മ വരുന്നത്. ആ ഫസ്റ്റ് 5 വർഷം എന്നും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാനുള്ള ഐറ്റംസ് അങ്ങ് നൽകിയിരുന്നു. കൃത്യമായി അതും തെളിവ് സഹിതമാണ് മുന്നോട്ട് വച്ചിരുന്നത്. ഓരോ വിഷയവും ഒന്നിന് പിന്നാലെ ഒന്നായി ഇടത് സർക്കാരിനെ പല വിഷയങ്ങളിലും പിന്നോട്ട് പോകാൻ പോലും നിർബന്ധിതമാക്കി അവർക്ക്. ആ ഒരു 5 വർഷത്തെ ടേം കഴിഞ്ഞപ്പോൾ ആ മികച്ച പ്രകടനം കാഴ്ചവെച്ചുവെങ്കിൽ തന്നെയും അപ്രതീക്ഷിതമായാണ് അങ്ങേക്ക് ആ ഒരു പോസ്റ്റിൽ നിന്നും മാറേണ്ടി വന്നത്. കഴിഞ്ഞ അതിനുശേഷമുള്ള 5 വർഷം നോക്കുമ്പോൾ അങ്ങേക്ക് പ്രത്യേകിച്ച് സ്ഥാനമൊന്നും ഉണ്ടായിരുന്നില്ല. ഇത്രയും ചെറിയ പ്രായത്തിൽ ഒരു ഫയർ ബ്രാൻഡായി ഉയർന്നു വരികയും ഉന്നത സ്ഥാനങ്ങൾ വഹിക്കുകയും ഒക്കെ ചെയ്തിട്ട് ഒരു 5 വർഷക്കാലം എനിക്ക് തോന്നുന്നില്ല മറ്റേതെങ്കിലും ഒരു നേതാവ് ഇത്തരത്തിൽ ഒരു സ്ഥാനവും ഇല്ലാതെ ഇരിക്കുമോ അല്ലെങ്കിൽ ഇരുന്നിട്ടുള്ള ഒരു ഇതുണ്ടോ എന്ന് എനിക്കറിയില്ല. അതും വളരെ അച്ചടക്കത്തോടുകൂടി ഒരു വിവാദം ഉണ്ടാക്കാതെ പരാതിയും പറയാതെ അങ്ങ് മുന്നോട്ട് പോയി. അത് എങ്ങനെ സാധിക്കുന്നു? ഈ ഒരു വിഷയത്തിൽ പലരും പറഞ്ഞു അദ്ദേഹത്തെ അവഗണിക്കുകയാണ് ചെയ്തത്, അദ്ദേഹത്തോട് നീതികേട് കാണിച്ചു എന്ന്. നമ്മൾ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് പാർട്ടി ചില ചുമതലകൾ നൽകും. ആ ചുമതലകളാണ് നമ്മൾ ഓരോരുത്തരും നിറവേറ്റേണ്ടതായിട്ടുള്ളത്. തീർച്ചയായിട്ടും നമ്മൾ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നതിന് സന്യസിക്കാൻ വേണ്ടിയൊന്നുമല്ല. ജനങ്ങൾക്ക് വേണ്ടി അധികാരം വേണ്ടി വരും. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അധികാരം ഉപയോഗിക്കേണ്ടി വരും. അതൊക്കെ സത്യമാണ്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 5 വർഷത്തെ പ്രതിപക്ഷ നേതാവെന്നുള്ള എൻ്റെ പ്രവർത്തനം ജനങ്ങളുടെ മുമ്പിലുണ്ട്. എല്ലാ തെളിവുകളോടെ പിണറായി ഗവൺമെൻറ് ചെയ്യുന്ന ഓരോ അഴിമതിയും ഞാൻ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അവസാനം അത് ഗത്യന്തരമില്ലാതെ അതിൽ നിന്ന് പിന്തിരിയൻ ഞോടിയ ഒരു മുഖ്യമന്ത്രിയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന എല്ലാ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വ്യക്തമായ ആരോപണങ്ങളാണ് കൊണ്ടുവന്നത്. ഓരോന്നും ഞാൻ എടുത്തു പറയുന്നില്ല. ഓരോന്നും സ്പ്ലിങ്കറിൻ്റെ അഴിമതിയാണെങ്കിലും പമ്പ മണൽക്കടത്താണെങ്കിലും ബെപ്കോയുടെ ആപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും അതോടൊപ്പം തന്നെ ബ്രൂവറി ഡിസ്റ്ററിയുടെ കാര്യത്തിലാണെങ്കിലും എല്ലാം നമ്മൾ കൊണ്ടുവന്നത് ഈ സർക്കാരിൻ്റെ ഏറ്റവും വലിയ അഴിമതികളായിരുന്നു. കോടികളുടെ അഴിമതികൾ നടത്താൻ വേണ്ടി കൊണ്ടുവന്ന ഈ പദ്ധതികളൊക്കെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് പിൻവലിച്ചു പോകേണ്ടി വന്നില്ലേ? അത് ചെറിയൊരു കാര്യമാണോ? പിന്നെ നമുക്ക് പറ്റിയൊരു പ്രശ്നം കോവിഡായിരുന്നു. കോവിഡ് എന്ന് പറയുന്ന ഒരു മഹാമാരി കേരളത്തെ ബാധിച്ചപ്പോൾ ജനങ്ങൾ പ്രതീക്ഷയോടെ നോക്കുന്ന ഗവൺമെൻറ്റിനാണ്. ജനങ്ങൾക്ക് മറ്റാരെയും ആശ്രയിക്കാൻ കഴിയുന്നില്ല. കാരണം ഇതുപോലൊരു പണ്ട് കാലത്ത് പ്ലേഗ് വന്നെന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല. അതേപോലൊരു സാഹചര്യമാണ് കേരളത്തിലുണ്ടായത്. ആളുകൾ ജീവൻ കയ്യിൽ പിടിച്ച് നടക്കുകയാണ്. അവർക്കിപ്പോൾ രാഷ്ട്രീയം ചർച്ച ചെയ്യാനോ വോട്ട് ചെയ്യുന്ന കാര്യത്തെപ്പറ്റി ചർച്ച ചെയ്യാനോ ഒന്നും സമയമില്ല. ആ ഒരു അതീവ ഗുരുതരമായ സാഹചര്യങ്ങൾ നമ്മൾ നേരിട്ടു. 5 പേരിൽ കൂടുതൽ വെളിയിറങ്ങാൻ പറ്റില്ല. എല്ലാവരും വീട്ടിൽ തന്നെ അടച്ച് ഇരിക്കണം. ഈ ഒരു സാഹചര്യം ഞങ്ങളുടെ പ്രവർത്തനത്തെ കാര്യമായി ബാധിച്ചു. CPM എന്ത് ചെയ്തു? ഈ സമയം ഉപയോഗിച്ചുകൊണ്ട് ആളുകൾ കൂടുതൽ ആനുകൂല്യം കൊടുത്തു ഗവൺമെൻറ്. CPM എന്ത് ചെയ്തു? ഈ ആനുകൂല്യങ്ങൾ നൽകുന്നത് ഞങ്ങളാണെന്ന് പ്രചരിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു. കാരണം അവർക്ക് ഗവൺമെൻറ് മെഷീനറി ഉണ്ട്. തന്നെയുമല്ല 5-6 മാസം കാലം കൊടുക്കേണ്ട അരി കെട്ടിവെച്ച് ഒരുമിച്ച് കൊടുത്തു. 4-5 മാസം കൊടുക്കേണ്ട പെൻഷൻ ഒരുമിച്ച് കൊടുത്തു. അപ്പോൾ ഇതെല്ലാം ജനങ്ങളിൽ ഒരു വലിയ തോതിലുള്ള ആകർഷകത്വം LDFന് ഉണ്ടാക്കി എന്നുള്ളത് ആ കാര്യം പരിശോധിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ്. ശരിയാണ്. പക്ഷെ ഞങ്ങളതിനെ അതിജീവിക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ചു. ഞങ്ങൾക്ക് 40% വോട്ട് കിട്ടി. LDFന് 45% വോട്ട്. BJPയുടെ വോട്ട് അവിടെയാണ് രസം. BJPയുടെ വോട്ട് കുത്തനെ ഇടിഞ്ഞു. 15-ൽ നിന്ന് 10 കുറഞ്ഞു. ആ 5 വോട്ടാണ് ഇവരെ വിജയിപ്പിച്ചത്. അപ്പോൾ BJPയും CPMും തമ്മിലൊരു അന്തർധാര അന്നേ ഉണ്ടായിരുന്നു. കോൺഗ്രസ് മുക്ത ഭാരതം മോഡി അമിത്ഷായും ആഗ്രഹിക്കുന്നു. അത് കേരളത്തിൽ പ്രദാനം ചെയ്യാൻ കഴിയുന്നത് BJPക്കല്ല ഇടതുപക്ഷത്തിനാണെന്ന് നമ്മൾ മനസ്സിലായി. അങ്ങനെയാണ്
ലാസ്റ്റ് മിനിറ്റിൽ ഒരു ധാരണ ഇവർ തമ്മിൽ ഉണ്ടാകുന്നത്. ഓക്കെ. അങ്ങനെയാണ് കേരളത്തിൽ ഇടതുമുന്നണിയുടെ തുടർഭരണം ഉണ്ടായത്. പക്ഷെ ആ തുടർഭരണത്തിൻ്റെ കെടുതിയാണ് ഇന്ന് കേരളം അനുഭവിക്കുന്നത്. ഞാൻ എവിടെ ചെന്നാലും ലിയോ ആളുകൾ എന്നോട് പറയും, എൻ്റെ പൊന്നു സാറേ, ഈ ഇങ്ങനൊരു ഭരണം ഉണ്ടാകുന്നതായിരുന്നെങ്കിൽ ഞങ്ങളാരും വോട്ട് ചെയ്യില്ല. പിന്നെ ഒന്നും കഴിക്കാൻ കിട്ടാതെ ദാരിദ്ര്യം അനുഭവിച്ചപ്പോഴാണ് ഈ കിറ്റ് കിട്ടിയത്. അപ്പോൾ ഞങ്ങൾ വോട്ട് ചെയ്ത് പോയി. ഇപ്പോഴും CPM കരുതുന്നത് കിറ്റ് കൊടുക്കും, കിറ്റ് ആൾ വാങ്ങിക്കും, അതിൻ്റെ പേരിൽ വോട്ട് ചെയ്യുമെന്നാണ്. കിറ്റ് വാങ്ങിക്കും, പക്ഷേ ആരും വോട്ട് ചെയ്യാൻ പോകുന്നില്ല. അല്ല, ഇനിയിപ്പോൾ അങ്ങ് പറഞ്ഞ ആ ഒരു അന്തർധാര, അതിനെക്കുറിച്ച് അങ്ങ് സൂചിപ്പിക്കേണ്ടത്, അത് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായാൽ അതിനെയും അതിജീവിക്കാനുള്ള കരുത്ത് ഞങ്ങൾക്കുണ്ട്. സംഘടനാപരമായ കരുത്ത് നേടിയിട്ടുണ്ട്. രാഷ്ട്രീയ പ്രചരണത്തിൽ ആ കരുത്ത് ഞങ്ങൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ സാഹചര്യം ഉണ്ടാകാം. പക്ഷേ അതിൽ നിന്ന് പിന്തിരിഞ്ഞോടാതെ വസ്തുതാപരമായി കാര്യങ്ങൾ പഠിച്ച് വസ്തുതാപരമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു പ്രവർത്തന ശൈലിയാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. ഓക്കെ. ഈ അങ്ങ് ഇപ്പോൾ വളരെ പോസിറ്റീവായിട്ട് വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. വയനാട്ടിലെ നേതൃ ക്യാമ്പ് ഏതെങ്കിലും തരത്തിൽ അക്കാര്യത്തിൽ ഒരു മാജിക് കൊണ്ടുവന്നിട്ടുണ്ടോ? വളരെ മാജിക്കൊന്നുമില്ല ഞങ്ങളുടെ കയ്യിൽ. അങ്ങനെ അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്കൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം ഞങ്ങൾ തിരിച്ചറിയുന്നു, കേരളത്തിൽ UDF തിരിച്ചു വരണമെങ്കിൽ നേതാക്കളും പ്രവർത്തകരും ഒരുമിച്ച് പ്രവർത്തിക്കണം. നേതാക്കളും പ്രവർത്തകന്മാരും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ഉണ്ടായാൽ തിരിച്ചുവരവ് പ്രയാസകരമാണ്. ആ വസ്തുത ഞങ്ങളെല്ലാവരും മനസ്സിലാക്കും. ഇപ്പോൾ UDFനെ പറ്റി പറയുന്നത് എന്താ? അവർ വന്നു കഴിഞ്ഞാൽ അവർ തമ്മിലടിക്കും, അല്ലേ? അതെ, അതാണ് പറയുന്നത്. കാരണം UDF ഒരു ജനാധിപത്യ പ്രസ്ഥാനങ്ങളാണ്. മറ്റവിടുത്തെ ആർക്കും വായ തുറക്കാനുള്ള ധൈര്യം പോലും ഇല്ലാത്തതുകൊണ്ട് അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു അച്ചടക്കമാണ് അവർക്കുള്ളത്. രാജാവിന് എതിർവായില്ലല്ലോ. രാജാവിന് എതിർവായില്ലല്ലോ അവിടെ. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ആളുകൾക്ക് സ്വതന്ത്രമായി അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ക്യാമ്പിലൂടെ ഞങ്ങളൊരു തീരുമാനമെടുത്തു, എല്ലാവരും ഒരുമിച്ച് നിൽക്കണം, ഒറ്റ മനസ്സോടെ പ്രവർത്തിക്കണം, കേരളത്തിൽ UDF 10 വർഷത്തിന് ശേഷം തിരിച്ചു വരണം. ആ ഒരു ആഗ്രഹം എല്ലാവരുടെയും മനസ്സിലുണ്ട്. അതുകൊണ്ട് സ്ഥാനമാനങ്ങളല്ല പ്രശ്നം. കേരളത്തിലെ ജനങ്ങൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നൽകിയ വൻപിച്ച മുന്നേറ്റം, ഉപതെരഞ്ഞെടുപ്പുകളിൽ നൽകിയ വൻപിച്ച മുന്നേറ്റം, പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ നൽകിയ മുന്നേറ്റം, അതെല്ലാം ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആവർത്തിക്കപ്പെടണം എന്നാഗ്രഹിച്ചുകൊണ്ട് ഞങ്ങളെല്ലാവരും ഐക്യത്തോടെ കഠിനാധ്വാനം ചെയ്യാനാണ് തീരുമാനിച്ചത്. കാരണം നേരത്തെയൊക്കെ പലർക്കും പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതെല്ലാം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഈവൻ ശശി തരൂരുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ക്യാമ്പ് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നു, എല്ലാവരും പങ്കെടുത്തു, സീനിയേഴ്സ് എല്ലാവരും പങ്കെടുത്തു, എല്ലാവരും ഒറ്റക്കെട്ടായി പോകുന്നു. അതാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. എന്തായാലും ആ ഒരു വിഷയത്തിലേക്ക് വരുമ്പോൾ, ഈ കനകോലു റിപ്പോർട്ട് അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 90 സീറ്റ് UDFന് ഉറപ്പാണെന്നാണ് പറയുന്നത്. മിഷൻ 100മായി മുന്നോട്ട് പോവുകയാണ് UDF. കോൺഗ്രസ് അക്കാര്യത്തിൽ ഊർജിതമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൽ പറയുന്ന ഈ കനകോലുവിൻ്റെ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്, തിരുവനന്തപുരം, ആലപ്പുഴ, കണ്ണൂർ എന്നീ ജില്ലകളിലൊക്കെ തന്നെ UDF ദുർബലമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ദുർബലമായ പ്രദേശങ്ങൾ പ്രത്യേകം കോൺസെൻട്രേറ്റ് ചെയ്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്ലാനിലൂടെ മുന്നോട്ട് പോകാനായിട്ട് ആലോചിക്കുന്നുണ്ടോ? ഞങ്ങൾ ഒരു തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി ഉണ്ടാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനുണ്ടായ വൻപിച്ച വിജയം UDFന് ഒരാത്മവിശ്വാസം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രമാകുന്നില്ല. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടിയുള്ള സ്ട്രാറ്റജി എന്താണ്? അതാണ് ഈ ക്യാമ്പിൽ ചർച്ച ചെയ്തത്. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിലുള്ള ഫലപ്രദമായ തീരുമാനങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാകും. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം അങ്ങ് പറഞ്ഞു. തീർച്ചയായിട്ടും അതിൻ്റെ അടിസ്ഥാനത്തിൽ നിയമസഭാ സീറ്റുകളിൽ വെച്ച് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ 79 UDFന് സാധ്യതയുണ്ട്. നേരെ ഇപ്പുറത്തേക്ക് വരികയാണെങ്കിൽ 59 അവർക്ക് സാധ്യതയുണ്ട്. പക്ഷേ കുറേയേറെ മണ്ഡലങ്ങൾ നേരിയ വ്യത്യാസമാണുള്ളത്. ഈ നേരിയ വ്യത്യാസങ്ങൾ തീർച്ചയായിട്ടും അഡ്രസ്സ് ചെയ്യുന്നുണ്ടാവുമല്ലോ, അല്ലേ? നേരിയ ഭൂരിപക്ഷമാണെങ്കിലും ജനങ്ങളുടെ ഉത്കടമായ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ഒരാഗ്രഹം അവിടെ പ്രകടമാണ്. ചെറിയ മാർജിനാകുമ്പോൾ അവിടെ കൂടുതൽ ശ്രദ്ധിക്കണം തീർച്ചയായിട്ടും. കാരണം ഒരു തെരഞ്ഞെടുപ്പല്ല അടുത്ത തെരഞ്ഞെടുപ്പ്, രണ്ടും ഒരുപോലെ ഒരിക്കലും റിപ്പീറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ ഗൗരവത്തോടെ കാര്യങ്ങൾ കണ്ട് ഞങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകും. ഇവിടെ കാണുന്നൊരു പ്രത്യേകത, സാധാരണഗതിയിൽ കേരളത്തിൽ 5 വർഷം കഴിയുമ്പോൾ ഭരണമാറ്റമാണ്. ഇത്തവണയാണ് ഒരു വ്യത്യാസം ഉണ്ടായത്. ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുകയാണ്, വേഗതയിൽ പരിവർത്തനം ആഗ്രഹിക്കുന്നു.
അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ UDF അനുകൂലമായ ഒരു അന്തരീക്ഷം കേരളത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നു. അതനുസരിച്ച് ജനങ്ങൾ വോട്ട് ചെയ്യുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് UDFനെതിരെ വളരെ ശക്തമായ ആക്രമണമാണ് രാഹുൽ മാങ്കൂട്ടം വിഷയം ഉയർത്തി കാണിച്ച് നടത്തിയത്. പക്ഷേ അവിടെ ഒരു വജ്രായുധവുമായി അങ്ങ് രംഗപ്രവേശനം ചെയ്തു. ശബരിമല വിഷയത്തിൽ ഒരു ട്വിസ്റ്റ് കൊണ്ടുവന്നു. വിദേശ ബന്ധം എന്നുള്ള ഒരു കാര്യം അങ്ങാണ് അവിടെ ഒരു വഴിത്തിരിവുണ്ടാക്കി പോയത്. പിന്നീട് അത് ആളുകൾ സംസാരിക്കുകയും ചർച്ച ചെയ്യുകയും അന്വേഷണം ആ രീതിയിലേക്ക് പോവുകയും ചെയ്തു. ഈവൻ അന്വേഷണത്തെ പോലും അത് കൃത്യമായി സ്വാധീനിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ഇഷ്യൂ ഏറ്റവും ശക്തമായ നിലപാടുകളുമായി ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വന്നൊരു വിഷയമാണ്. ഒരു നോട്ടീസ് പോലും അദ്ദേഹത്തിന് കൊടുക്കാത്ത സാഹചര്യത്തിൽ, അദ്ദേഹത്തിന് കോടതിയിൽ ഒരു കേസ് പോലും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ വേണമെങ്കിൽ ഞങ്ങൾക്കത് പറഞ്ഞ് ഒഴിയാമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ എതിരായി ഉയർന്നു വന്ന കേസുകൾ അതീവ ഗൗരവ സ്വഭാവത്തിലുള്ളതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് പാർട്ടി ഒറ്റക്കെട്ടായി അദ്ദേഹത്തെ ആദ്യം യൂത്ത് കോൺഗ്രസിൽ നിന്ന് മാറ്റി. പിന്നീട് അത് കഴിഞ്ഞ് അദ്ദേഹത്തെ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. പിന്നീട് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അപ്പുറത്തെ ട്രഷറി ബെഞ്ച് നിങ്ങൾ നോക്കുക, സമാന സ്വഭാവത്തിലുള്ള കേസുകളുള്ള ആളുകൾക്ക് പ്രമോഷൻ കൊടുക്കുകയാണ്. MLA-മാരായിരുന്നവർക്ക് പാർലമെൻറ്റ് സീറ്റ് കൊടുക്കുകയാണ്. അവരുടെ പേരിൽ ഒരു നടപടി എടുക്കാതിരിക്കുകയാണ്. അവിടെയാണ് കോൺഗ്രസും ഇടതുപക്ഷവും തമ്മിലുള്ള വ്യത്യാസം. ഈ ആരോപണങ്ങൾ ഏറ്റ മുഴുവൻ ആളുകളെയും സംരക്ഷിക്കുകയാണ് ഇവർ ചെയ്തത്. പാർട്ടി കോടതി ഉണ്ടാക്കി അവരെ സംരക്ഷിക്കും. ഇവർ ചെയ്ത പീഡനങ്ങളുടെ തീവ്രത അളക്കാൻ ഉള്ള മെഷീൻ അന്വേഷിച്ച് നടക്കുകയായിരുന്നു CPM. അവിടെയാണ് കോൺഗ്രസ് ശക്തമായ നടപടിയെടുത്ത് അദ്ദേഹത്തെ പുറത്താക്കിയത്. അപ്പോൾ ആ സന്ദർഭത്തിലാണ് ഞാൻ, ശരിയാണ്, ഈ ഒരു വിദേശത്തുള്ള ഒരു വ്യവസായി എന്നോട് പറഞ്ഞ ചില കാര്യങ്ങൾ, ഈ ശബരിമല സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ കാര്യങ്ങൾ അദ്ദേഹം എന്നോട് പറഞ്ഞു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. നമ്മുടെ ശബരിമല എന്ന് പറയുന്നത് മതേതരത്വത്തിൻ്റെ ഒരു കേന്ദ്രമാണ്. ഏതാണ്ട് കോടിക്കണക്കിന് ജനങ്ങളാണ്, ഭക്തന്മാരാണ് അവിടെ വരുന്നത്. അവർക്ക് ഏറ്റവും വലിയ ആരാധനയുള്ളതാണ് ശബരിമല. പ്രത്യേകിച്ച് ആന്ധ്ര, കർണാടക, തമിഴ്നാടൊക്കെ ഭയങ്കരമായി ജനങ്ങളെ സ്വാധീനിക്കുന്ന ഒന്നാണ് ശബരിമല. അപ്പം അവിടെ വരുന്ന ഭക്തന്മാരുടെ ഹൃദയത്തെ മുഴുവൻ മുറിവേൽപ്പിച്ച സംഭവമാണ് ഈ സ്വർണ്ണക്കൊള്ള. അപ്പം അവിടെ ഹിന്ദുക്കൾ മാത്രമല്ല പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അവിടെ വാസ്തവത്തിൽ എരുമേലി മുസ്ലിം ദേവാലയത്തിൽ പേട്ടതുള്ളിയാണ് ശബരിമലയിലെത്തുന്നത്. തിരിച്ചു വരുമ്പോൾ അർത്തുങ്കൽ പള്ളിയിൽ ചെന്നാണ്, ക്രൈസ്തവ ദേവാലയത്തിൽ ചെന്നാണ് ആളുകൾ മാലി ഊരുന്നത്. വാവരെ കണ്ട ശേഷമാണ് അയ്യപ്പനെ കാണുന്നത്. അപ്പം മതേതരത്വത്തിൻ്റെ ഒരു ഭൂമിയാണ് ശബരിമല, ഒരു മഹത്തായ ഉദാഹരണമാണ്. അവിടെ ചെന്ന്, ഇവിടെ നമുക്കറിയാമല്ലോ, ഏത് അമ്പലത്തിലാണേലും ഭക്തന്മാർ കൊടുക്കുന്നത് ഭക്തൻ്റെ മനസ്സ് നിറഞ്ഞ് ഭഗവാന് സമർപ്പിക്കുന്ന ഒരു നിവേദ്യം കൂടിയാണ്, ഒരു സ്വർണ്ണമല്ല. അപ്പോൾ ഒരു വിജയമല്യ എന്ന് പറയുന്ന വ്യക്തി 30.8 കിലോ സ്വർണ്ണം അവിടെ കൊടുത്തെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ സമർപ്പണമാണ്. ആ സ്വർണം അടിച്ചുകൊണ്ട് പോകുന്ന ആളുകൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇന്ന് തന്നെ കോടതി പറഞ്ഞിരിക്കുക, ഇത് ഒരു ക്ഷേത്രം അടിച്ചുകൊണ്ട് പോയില്ലല്ലോ എന്ന്, ശ്രീകോവിൽ അടിച്ചുകൊണ്ട് പോയില്ലെന്നാണ്, അയ്യപ്പ വിഗ്രഹം അടിച്ചുകൊണ്ട് പോയില്ലേ. ഇത് കോടതി കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ ലിയോ ഒരു സംശയവും വേണ്ട, ഇവർ ഈ അയ്യപ്പൻ്റെ വിഗ്രഹം അടിച്ചു മാറ്റി ഒരു ഡ്യൂപ്ലിക്കേറ്റ് അയ്യപ്പനെ അവിടെ വെക്കുമായിരുന്നു. എന്നാൽ നമ്മുടെയൊക്കെ ഭാഗ്യം കൊണ്ട് അതൊന്നും നടന്നില്ല. ഞാൻ എല്ലാ തവണയും ശബരിമല പോകുന്ന ഒരാളാണ്. ഇത്തവണ അമ്മ മരിച്ചുകൊണ്ടാണ് 1 വർഷമായിട്ട് പോകാതിരിക്കുക. 1 വർഷം കഴിഞ്ഞേ പോകാവുന്നതാണ്. കോടാനുകൂടി വരുന്ന അയ്യപ്പ ഭക്തന്മാർ അന്താളിച്ചിരിക്കുകയാണ്. അയ്യപ്പൻ്റെ മുഴുവൻ സ്വർണ്ണം അടിച്ചുകൊണ്ട്, ഇപ്പം ഇന്ന് SIT കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് കണ്ടില്ലേ? ആ റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നു, ഇതല്ല, ഈ കൊള്ളയ്ക്ക് വലിയ മാനങ്ങളുണ്ട്. ഇപ്പോൾ തന്നെ ഈ SIT രൂപീകരിച്ച് ഞങ്ങൾ ആദ്യം ആവശ്യപ്പെട്ടത് എന്താണ്? ഞങ്ങൾ ആദ്യം ആവശ്യപ്പെട്ടത് CBI എൻക്വയറി വിത്ത് കോടതിയുടെ നിരീക്ഷണം. പക്ഷേ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു SITയെ സ്വയം നിശ്ചയിച്ചു, പ്രഖ്യാപിച്ചു. ഞങ്ങളതിനെ അനുകൂലിച്ചു. കാരണം ആ ഉദ്യോഗസ്ഥന്മാർ അത്ര പ്രാപ്തരായതുകൊണ്ടാണ്.
നിഷ്പക്ഷമതികളായതുകൊണ്ടാണ്. CBI വർഷങ്ങൾ വർക്ക് ചെയ്ത വെങ്കടേഷ് എന്നോടൊപ്പം ആഭ്യന്തര വകുപ്പിൽ പ്രവർത്തിച്ച ആളാണ്. അതെ. അപ്പം ഞങ്ങൾക്ക് ആ ഉദ്യോഗസ്ഥന്മാർ ഓരോരുത്തരെ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ അന്വേഷണത്തെ എതിർക്കില്ല, സഹായിക്കുകയാണ് ചെയ്തത്. പക്ഷെ നമ്മളിവിടെ കാണേണ്ട ഒരു കാര്യം, ഈ SITയുടെ 10 റിപ്പോർട്ട് അവർ കൊടുത്തു. ഇതുവരെ 10 റിപ്പോർട്ട് കൊടുത്തു. ഈ 10 റിപ്പോർട്ടും പരിശോധിക്കണം. ഈ കഴിഞ്ഞ ദിവസം കൊടുത്ത റിപ്പോർട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൽ പറയുന്നത് എന്താ? എല്ലാ പ്രതികളുടെയും CDR ഞങ്ങൾ പരിശോധിക്കുന്നു, എല്ലാ പ്രതികളെയും ബാങ്ക് അക്കൗണ്ട് പരിശോധിക്കുന്നു, എല്ലാ പ്രതികളുടെയും എന്താ അവരുടെ റൂട്ട്, അവർ യാത്ര ചെയ്ത റൂട്ടുകൾ പരിശോധിക്കുന്നു. അപ്പോൾ ഈ SITയിൽ നടക്കുന്ന അന്വേഷണ വിവരങ്ങൾ ആർക്കും അറിയില്ല. വളരെ ഗൗരവ സ്വഭാവത്തിലുള്ളതാണ്. അതേസമയം തന്നെ ഇത് മുഴുവൻ പരിശോധിച്ചാൽ ഇപ്പോൾ കോൾ റെക്കോർഡ്, അതുപോലെ ബാങ്ക് അക്കൗണ്ട്, ഇവരുടെ യഥാർത്ഥത്തിലുള്ള ഇവരുടെ സഞ്ചാരപഥങ്ങൾ, ഇതെല്ലാം പരിശോധിച്ചാൽ ഒരു സംശയവും വേണ്ട, അല്ലയോ കേരളത്തിലെ മുൻ മന്ത്രിമാരും ഇപ്പോഴത്തെ മന്ത്രിസഭയിലെ മന്ത്രിമാരും വലിയ ഉന്നതരായ ആളുകളും ജയിലിൽ പോകേണ്ടി വരും. ഇപ്പം പത്മകുമാർ മാത്രമേ പോയുള്ളൂ, വാസു മാത്രമേ പോയുള്ളൂ. ആരാണ് ഈ വാസു? വാസു പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. CPMൻ്റെ കൊളക്കടയിൽ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. പത്മകുമാർ ആരാണ്? പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി മെമ്പറാണ്, ഇപ്പോഴും മുൻ MLA ആണ്. ഇതുവരെ നടപടി എടുത്തിട്ടില്ല. പാർട്ടി നടപടി വന്നിട്ടില്ല. അത് വരട്ടെ. അതിന് മുമ്പ് ഇവർ 2-3 മാസമായി ജയിലിൽ, 2-2.5 മാസമായി ജയിലിൽ കിടക്കുകയാണ്. എത്ര തവണ ജാമ്യത്തിന് അപേക്ഷ കൊടുത്തു? നിങ്ങൾ ആലോചിക്കുക, എന്തുകൊണ്ട് ജാമ്യം കൊടുക്കുന്നില്ല? എന്തുകൊണ്ട് പത്മകുമാറിനും വാസുവിനും ജാമ്യം കൊടുക്കുന്നില്ല? അവരുടെ ഇൻവോൾവ്മെൻ്റ് അത്ര ശക്തമാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടുകൊണ്ടാണ്. അവർ പുറത്തിറങ്ങിയാൽ തെളിവുകൾ നശിപ്പിക്കും എന്നുള്ള ആശങ്ക കോടതിക്കുള്ളത് കൊണ്ടാണ്. ഇത്രയുമൊക്കെ ഉണ്ടായിട്ടും അത് കഴിഞ്ഞിട്ട് സുരേഷ് കുമാർ എന്ന് പറഞ്ഞ ഒരാൾ ജയിലിൽ പോയി. അയാളാരാണ്? മാർക്സിസ്റ്റ് പാർട്ടിയുടെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലെ അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിരുന്നു. ആ വ്യക്തിയാണിപ്പം അകത്ത് കിടക്കുന്നത്. വേറൊരാൾ, മറ്റൊരാൾക്ക് പിന്നെ സുഖമില്ല എന്നുള്ളത് പറഞ്ഞതുകൊണ്ടാണ് അതും കിടക്കേണ്ടി വരും. ഇത്രയും CPM നേതാക്കന്മാർ ജയിലറകൾക്ക് ഉള്ളിലായിട്ടും അവരുടെ പേരിൽ ഒരു ചെറിയ നടപടി പോലും എന്തുകൊണ്ട് പാർട്ടി സ്വീകരിക്കുന്നില്ല? അപ്പോൾ പാർട്ടി ഈ ജയിലിൽ കിടക്കുന്ന അമ്പലക്കൊള്ളക്കാരെ മുഴുവൻ സംരക്ഷിക്കുകയാണ്, അമ്പലക്കൊള്ളക്കാരെ മുഴുവൻ ചേർത്ത് നിർത്തുകയാണ്. അതിൻ്റെ കാരണം എന്താ? ആരുടെയെങ്കിലും പേരിൽ നടപടിയെടുത്താൽ, അവർ വാ തുറന്നാൽ CPMൻ്റെ ഉന്നത നേതൃത്വത്തിലേക്ക് വരെ ഇതെത്തും. അല്ലെ നടപടിയെടുത്തൂടെ? ഞങ്ങൾ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ പേരിൽ നടപടി എടുത്ത പാർട്ടിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു കേസില്ല, പെറ്റീഷനില്ല, പരാതിയില്ല. ആ ഘട്ടത്തിൽ അധാർമികമായ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കണമെന്നുള്ളത് കൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി രാഹുൽ മാക്കൂട്ടത്തിൻ്റെ പേരിൽ നടപടി സ്വീകരിച്ചത്. എന്തുകൊണ്ട് പിണറായി വിജയൻ മറുപടി പറയുന്നില്ല? എന്തുകൊണ്ട് പാർട്ടി സെക്രട്ടറി മറുപടി പറയുന്നില്ല? ഒരു കാര്യം ആലോചിക്കുക, ഇദ്ദേഹത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കീ റോൾ വഹിച്ചത് ആരാണ്? ഈ കീ റോൾ വഹിച്ചത് പത്മകുമാറാണ്. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലും കട്ടളപ്പടിയിലും കഥകിലുമൊക്കെ പൊതിഞ്ഞു വെച്ച സ്വർണം, അത് പൊതിഞ്ഞു വെച്ചതാണ്. ആ സ്വർണം അടിച്ചു മാറ്റാനുള്ള ദേവസ്വം ബോർഡ് മിനിറ്റ്സിൽ പച്ച മഷി കൊണ്ട് തിരുത്തി എഴുതിയത് പത്മകുമാറാണ്. ഇന്നും പത്മകുമാറിൻ്റെ ജാമ്യാപേക്ഷ തള്ളി. 2-2.5 മാസമായി ജയിലിൽ കിടക്കുകയാണ്. ഇത് കാണാത്ത 2 പേരേ ഉള്ളൂ നാട്ടിൽ, പിണറായി വിജയനും MV ഗോവിന്ദൻ മാസ്റ്ററും. ഇവർ കണ്ടിട്ടില്ല ഇവർ ജയിലിലാണെന്നുള്ളത്, ഇവരറിഞ്ഞിട്ടില്ല ഇവർ ജയിലിലാണെന്ന്. നമ്മൾ ആലോചിക്കണം, എന്തുകൊണ്ട് കേരളത്തെ ജനങ്ങൾ ചിന്തിക്കണം. 10 റിപ്പോർട്ട് SIT കൊടുത്തു. ഈ കോടതികൾ മുഴുവൻ ചെന്നിട്ട് ഇവർക്ക് ജാമ്യം കിട്ടുന്നില്ല. ശങ്കർദാസ് ജയിലിൽ പോയിട്ടില്ല, കാരണം അദ്ദേഹത്തിന് സുഖമില്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിനെതിരായി വന്ന ഹൈക്കോടതിയുടെ കമൻറ്റ് മാറ്റണമെന്ന് ആവശ്യം സുപ്രീം കോടതി പോയി. സുപ്രീം കോടതി എടുത്തിട്ട് കുടഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഭഗവാനെ വരെ, ദൈവത്തിന് പോലും കേരളത്തിൽ രക്ഷയില്ലെന്നാണ് പറഞ്ഞത് സുപ്രീം കോടതി. അപ്പം നമ്മൾ കാണേണ്ട ഒരു കാര്യം, 10 റിപ്പോർട്ട് SIT കൊടുത്തു.
3-4 നേതാക്കന്മാർ ഇപ്പം അകത്തായി. ജയിലിൽ കിടക്കുന്നവരുടെ ജാമ്യാപേക്ഷ നിരന്തരമായി നിഷേധിക്കപ്പെടുന്നു. SIT റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നു, ഈ മിനിറ്റ്സ് ദേവസ്വം ബോർഡിൻ്റെ യോഗത്തിൻ്റെ റിപ്പോർട്ട് പത്മകുമാർ മാറ്റി എഴുതി. അതെ, അദ്ദേഹമാണ് സ്വർണ്ണപ്പാളികൾ എടുത്ത് അത് ചെമ്പാക്കുന്നത്. അവിടെ ചെമ്പാന്ന് എഴുതി വെച്ചു. എന്നിട്ട് ഇത് വിദേശത്ത് കേരളത്തിന് പുറത്ത് കൊണ്ടുപോകാൻ സമ്മതിച്ചു. ദേവസ്വം മാനുവൽ അനുസരിച്ച് ദേവസ്വത്തിൻ്റെ സ്വത്ത് ദേവസ്വത്തിൻ്റെ പ്രമിസസിൽ നിന്ന് കൊണ്ടുപോകാൻ പാടില്ലെന്നാണ്. അതെ, അവിടെ കൊണ്ടുപോയി. ആര് പറഞ്ഞിട്ട് കൊണ്ടുപോയി? പത്മകുമാറും വാസുവും അതോടൊപ്പം തന്നെ വിജയകുമാറും ഒരു കാര്യം ചെയ്യണമെങ്കിൽ പാർട്ടി അറിയാതെ ചെയ്യുമോ? മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം എല്ലാവർക്കും അറിയില്ലേ? ഇതിനൊക്കെ അവർക്ക് പ്രത്യേക സെല്ലുണ്ട്. അവരാണ് ഇതൊക്കെ ചെയ്യുന്നത്. മന്ത്രിമാരുണ്ടെങ്കിലും മന്ത്രിമാരുടെ പിന്നിൽ വേറെ ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവരാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഞാൻ ലിയോയുടെ കാര്യം പറയുന്നു. ഈ SIT കൊടുത്ത റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ കോൾ ID പരിശോധിക്കുന്നു, അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കുന്നു, ഇവരുടെ യാത്രാ വിവരങ്ങൾ ശേഖരിക്കുന്നു. ഇതെല്ലാം ശേഖരിക്കുന്ന SIT ശക്തമായ നടപടിയെടുത്താൽ ഇപ്പോഴത്തെ മന്ത്രിമാരും പോകും, കഴിഞ്ഞ മന്ത്രിമാരും മുൻ മന്ത്രിമാരും പോകും, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും ജയിലിൽ പോകും. ഒരു തർക്കവും വേണ്ട. അധികം ദിവസം ഉണ്ടാവില്ല. ഇപ്പോൾ 6 ആഴ്ച കൂടെ നീട്ടിയല്ലോ. ഈ 6 ആഴ്ചക്കുള്ളിൽ നമുക്ക് കേരളം കാണാൻ പോകുന്നത് ഇതാണ്. ഇപ്പോൾ അവർ പറയുന്നത് CPM-ൻ്റെ ഭാഗത്തു നിന്ന് വരുന്നൊരു ആരോപണം, പോറ്റിയും സോണിയാഗാന്ധിയുടെ അടുത്ത് നിന്നുള്ളൊരു ഫോട്ടോയും ചിത്രവും വെച്ചിട്ട് ആ വഴിയിലേക്ക് തിരിച്ചുവിടാനായിട്ടുള്ളൊരു ശ്രമമാണോ നടക്കുന്നത്? അതൊക്കെ ആര് വിശ്വസിക്കും? നമ്മൾ സഞ്ചരിക്കുമ്പം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ആരൊക്കെ ഫോട്ടോ എടുക്കും? നമ്മുടെ വീട്ടിൽ വന്ന് ആരൊക്കെ ഫോട്ടോ എടുക്കും? ഇതാരാണെന്ന് ആർക്കറിയാം ഫോട്ടോ എടുക്കുന്നത്? ഞാൻ ചോദിട്ടെ, അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ അടുക്കൽ എന്തിനാണ് ഈ ആംബുലൻസുമായിട്ട് പോറ്റി പോയത്? ഞാൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന ആളാണ്. നമ്മളൊരു പരിപാടിക്ക് പോകുന്നതിന് മുമ്പ് ഇൻ്റലിജൻസ് പരിശോധിക്കാറുണ്ട്. എന്നിട്ട് നമുക്ക് റിപ്പോർട്ട് തരും. പോകണോ നമുക്ക് തീരുമാനിക്കാം. പക്ഷെ അവരതിൽ പങ്കെടുക്കുന്ന ആളുകളെ സംബന്ധിച്ചും പരിപാടിയുടെ സ്വഭാവത്തെ സംബന്ധിച്ചും നമുക്ക് വിവരങ്ങൾ തരാറുണ്ട്. ഓക്കെ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്. നമുക്ക് അത് വേണമെങ്കിൽ പോകാം, വേണമെങ്കിൽ പോകാതിരിക്കാം. പക്ഷെ അവർ റിപ്പോർട്ട് തരും. അതെ അതെ. ഈ ഭീമ ജൂവലറി ഒരു ആംബുലൻസ് കൊടുത്താൽ അവിടെ പോറ്റിക്ക് എന്ത് കാര്യം? അതെ, പോറ്റിയെ അടുക്ക വെച്ചല്ലേ മുഖ്യമന്ത്രി ഈ താക്കോൽ കൊടുക്കുന്നത്? അതെ, ഇത്രയും വലിയൊരു വിഷയമാണ് ഇത്. വിദേശത്തേക്ക് പോലും പോയിരിക്കുകയാണ് ഇതിൻ്റെ കണ്ണികൾ. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ ഇത് തന്നെ ആയിരിക്കുമോ UDF-ൻ്റെ ഏറ്റവും ഇതൊരു വലിയ വിഷയം തന്നെയല്ലേ? 6 ആഴ്ച കൂടെ നീട്ടിക്കൊടുത്തു. അപ്പോൾ ഏതാണ്ട് ഫെബ്രുവരി അവസാനം വരെ വരും. മാർച്ചിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടാവും. മാർച്ചിൽ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കും. കഴിഞ്ഞ വർഷം മാർച്ച് 2-നോ 3-നോ മറ്റോ ആയിരുന്നു. ഇതൊരു തെരഞ്ഞെടുപ്പ് വിഷയത്തെക്കാൾ ഉപരിയായി കേരളത്തെ ജനങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇത്രയും വലിയൊരു കൊള്ള നടന്നിട്ട് ഇവിടെ ഭരിച്ച ഈ ഗവൺമെൻറ്റിനെ പറ്റി ഒന്നും അറിയാമായിരുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മളെന്താ വെറും പൊട്ടന്മാരാണ്? പാർട്ടിയുടെ അറിവോടെ, പാർട്ടിയുടെ ഉന്നതന്മാരുടെ, സർക്കാരിലുള്ള ഉന്നതന്മാരുടെ അറിവോടെ നടന്ന ഏറ്റവും വലിയൊരു കൊള്ളയാണ്. ഇതിനെ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? മാർക്സിസ്റ്റ് പാർട്ടിയുടെ 3 നേതാക്കന്മാർ ജയിലിൽ, അവരുടെ ദേവസ്വം ബോർഡിലെ ജീവനക്കാരുടെ പ്രതിനിധികൾ ജയിലിൽ, അവരുടെ ആളുകളാണ്. ഇത്രയൊക്കെ ആയിട്ടും പാർട്ടിക്കൊരു ഉത്തരമില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? പാർട്ടീനെ പറ്റി ഒരു നടപടി എടുക്കാത്തത് എന്തുകൊണ്ടാണ് ജനങ്ങൾ ചോദിക്കുമ്പോൾ? എന്താ ഉത്തരവില്ലാത്തത്? അല്ല, ആരെയും രക്ഷിക്കാൻ ശ്രമിക്കുന്നില്ല എന്നാണ് പാർട്ടി അവർ എല്ലാവരെയും രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. SITയുടെ പുറത്ത് ഇവർക്ക് ഒത്തിരി സമ്മർദ്ദം ചെലുത്തി. SITയിൽ 2 പേരെ കൂടെ വേണമെന്ന് പറഞ്ഞപ്പോൾ അവർ ചെയ്തത് എന്താ അറിയോ? 2 പോലീസ് അസോസിയേഷൻ്റെ ഭാരവാഹികളെ എടുത്തു കൊടുത്തു. പക്ഷെ കോടതി ഇടപെട്ടു. ആ 2 പേർക്കും ചാറെടുക്കാൻ പറ്റിയിട്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ല, ഈ ഒരു വിഷയത്തിൽ ഏത് തരത്തിലായിരിക്കും അങ്ങയുടെ ഒരു ഫോളോ അപ്പ്? കാരണം പല വിഷയങ്ങളും അങ്ങയുടെ ഇടപെടൽ മൂലം, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് കൃത്യമായി ഇടപെട്ടു, തെളിവുകൾ സഹിതം കൊണ്ടുവന്നു. അതിലൊക്കെ തന്നെ പിന്നോട്ട് പോകേണ്ടി വന്നു സർക്കാരിന്. ഈ വിഷയത്തിൽ അങ്ങ് ശക്തമായ ഒരു ഫോളോ അപ്പുമായി ഒപ്പമുണ്ടാകുമോ? ഞാനുണ്ടല്ലോ. ആദ്യം മുതൽ തന്നെ ഈ ഫോളോ അപ്പിൽ ഞാൻ ഉണ്ടായിരുന്നു. ആ വിദേശത്തു നിന്ന് വന്ന ഒരു മലയാളി വ്യവസായി എന്നോട് കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് എനിക്കതിൻ്റെ ഗൗരവം മനസ്സിലായത്. ഓക്കെ.
കാരണം ഇത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഇത് കൊണ്ടുപോയി വിറ്റാൽ ഇതിന് വലിയ വിലയുണ്ട്, മോഹവിലയാണ്. അതെ. ബഹുമാനപ്പെട്ട ഹൈക്കോടതി സുഭാഷ് കപൂറിനെ പോലെ അമേരിക്കയിൽ അയാൾ അമേരിക്കയിലായിരുന്നു. അതെ അതെ അയാൾ തമിഴ്നാട്ടിലെ ബ്രോൺസ് പിത്തളയിലുണ്ടാക്കുന്ന വിഗ്രഹങ്ങളും പഞ്ചലോഹ വിഗ്രഹങ്ങളും അടിച്ചു കൊണ്ടുപോയി വിദേശ മാർക്കറ്റിൽ വിൽക്കുന്ന ഒരാളാണ്. ഇറ്റ്സ് ആൻ ഇൻ്റർനാഷണൽ ആൻറ്റിക് സ്മഗ്ലർ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. ഓക്കെ. ഇപ്പം ജയിലിലാണ് തമിഴ്നാട്ടിൽ. അപ്പം അയാൾക്ക് ബന്ധമുണ്ടോ കോടതി ചോദിച്ചു. അപ്പോഴാണ് ഈ വിദേശ വ്യവസായി വന്ന് എന്നോട് ഇത് പറയുന്നത്. ഇല്ലയോ, അതിനിടയ്ക്ക് ഒരു ചെറിയ കാര്യമുണ്ടായി. കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ അന്ന് ഈ വാസു ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹം ഒരു ഉത്തരവിറക്കി. ആ ഉത്തരവിൽ പറയുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിലെ പഴയ കാലത്തെ വിളക്കുകൾ, ചെമ്പുകൾ, ഉരുളികൾ, പിന്നെ കിണ്ടി, മൊന്ത, പുരാതനമായിട്ടുള്ള വർഷങ്ങൾ, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഇതെല്ലാം ലേലം ചെയ്യാൻ ഉത്തരവ് കൊടുത്തു. ഓർമ്മയുണ്ട്. ഞാൻ അതിനെ ശക്തമായി എതിർത്തു. ഞാൻ കത്തെഴുതി നിയമസഭയിൽ ഉന്നയിച്ചു. അപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത്, മന്ത്രിയായിരുന്നു അദ്ദേഹം പറഞ്ഞത്, ഇതൊന്നും വെക്കാൻ ഇവിടെ സ്ഥലമില്ല അമ്പലങ്ങളിലൊന്നും, അതുകൊണ്ട് ഈ പഴയതെല്ലാം തൂക്കി വയ്ക്കാൻ, ലേലത്തിൽ വയ്ക്കാൻ തീരുമാനിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, ഇത്രയും കാലം ഇത് ഇവിടെ ഇരിക്കുകയായിരുന്നല്ലോ, പിന്നെ ഇപ്പോൾ തൂക്കി വയ്ക്കുന്നത് എന്താ? ഏതായാലും ഞാൻ അന്നൊരു കത്തയച്ചു. അതേ തുടർന്ന് അത് നിർത്തിവെച്ചു, മുന്നോട്ട് പോയില്ല. അപ്പോൾ ഈ വിദേശത്തു നിന്ന് വന്ന വ്യവസായി പറഞ്ഞതും ഇതും കൂടെ ചേർത്ത് ഞാൻ വായിച്ചു. കാരണം അവരുടെ മനസ്സിലുണ്ടായിരുന്ന ലക്ഷ്യം ഈ പഴയ സാധനങ്ങൾ വിൽക്കുക എന്നുള്ളതായിരുന്നു. പല അമ്പലങ്ങളിലും പോകുന്നവർക്കറിയാം, വലിയ വാർപ്പുകൾ, വലിയ ചെമ്പ്, കുട്ടകം, ഇതൊന്നും നമ്മൾ ഇപ്പോഴത്തെ തലമുറ കണ്ടിട്ടില്ലാത്ത വസ്തുക്കളാണ്. ഇതെല്ലാം വിൽക്കാനായിരുന്നു, ലേലം ചെയ്ത് വിൽക്കാൻ അവർ തീരുമാനിച്ചു. അപ്പോൾ ഇതും കൂടെ ഞാൻ കണക്ട് ചെയ്തപ്പോഴാണ് ഇതിൻ്റെ പിന്നിലെ വസ്തുത എനിക്ക് പിടികിട്ടിയത്. ഇപ്പം തന്നെ തമിഴ്നാട്ടിൽ ഈയിടെ അടുത്തൊരു കാലത്തൊരു പുസ്തകം ഇറങ്ങിയത് ഈ വിഗ്രഹമോഷണത്തെ സംബന്ധിച്ച്. അവിടെ ചെയ്യുന്ന ഈ പഞ്ചലോക ഈ പഴയകാലത്തെ അമ്പലങ്ങൾ പലതും അവിടെ ശ്രദ്ധിക്കാതെ കിടക്കുന്നു. പക്ഷേ ആ ക്ഷേത്രങ്ങളിലകത്ത് നിന്ന് ഈ പഞ്ചലോക വിഗ്രഹങ്ങൾ അടിച്ചു മാറ്റുക, ചേര ചോള രാജാക്കന്മാരുടെ കാലത്ത് നിർമ്മിച്ച ക്ഷേത്രങ്ങളാണിതെല്ലാം. അങ്ങനെയാണ് ഈ സുഭാഷ് കപൂറിനെ പിന്നെ പിടിക്കുന്നത്. അപ്പോൾ ഇത്രയും വലിയ വില, ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ പോയ വൻ വിലയാണ്. ഇപ്പോൾ ബ്രൂണെ രാജാവൊക്കെ ഇത് വാങ്ങിക്കും, വലിയ തുകയ്ക്ക് വാങ്ങിക്കും. അപ്പോൾ ഇതൊരു ലുക്രേറ്റീവ് ബിസിനസ്സാണ്. ശരിയാണ്. അപ്പോൾ ഇത് കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത്, ഇങ്ങനെ ഇദ്ദേഹം എന്നോട് സംസാരിച്ചപ്പോഴാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഈ ഒരു കാര്യം ചെയ്യാം, ഞാനൊരു പൊതുപ്രവർത്തകൻ നിലയിൽ എനിക്ക് എന്നോട് ഇതെല്ലാം പറഞ്ഞപ്പോൾ ഞാൻ SITയോട് പറയാൻ, നിങ്ങൾ പോയി കാണാൻ പറഞ്ഞു. എന്നെ ആദ്യം വിളിച്ചു, അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു. ഞാനിപ്പോഴും മനസ്സിലാക്കുന്നത് അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നുവെന്നാണ്. വസ്തുതകൾ പുറത്തു വരട്ടെ. ഇനിയും കേരളത്തിലെ SITക്ക് രാജ്യാന്തര ബന്ധങ്ങൾ പരിശോധിക്കാനോ അന്തർ സംസ്ഥാന ബന്ധങ്ങൾ പരിശോധിക്കാനോ പരിമിതിയുണ്ടെങ്കിൽ ഇത് കോടതിയുടെ നിയന്ത്രണത്തിൽ വേണം, CBI ഏൽപ്പിക്കാവുന്നതാണ്. അവിടെ കോടതിയുടെ നിയന്ത്രണം വേണം, കോടതി നിയന്ത്രണം വേണം. അല്ലേ ഈ CBI ED ഒക്കെ കളിപ്പിച്ച് കളയും. കേരളത്തിൽ അതിന് നമുക്ക് അനുഭവമുണ്ട്. കള്ളക്കടത്ത് കേസുമൊക്കെ ആവിയായിപ്പോയില്ലേ. അതുകൊണ്ടാണ് കോടതി നിരീക്ഷണം വേണമെന്ന് പറയുന്നത്. ഓക്കെ. ഒരു കാര്യം വളരെ വ്യക്തമാണ്, വമ്പൻ സ്രാവുകൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല, കുടുങ്ങിയിരിക്കും. അതുവരെ നമ്മുടെ പോരാട്ടം തുടരും. ശബരിമല അയ്യപ്പൻ്റെ സ്വത്ത് അടിച്ചു മാറ്റിയ കള്ളന്മാരെ, അമ്പലക്കള്ളന്മാരെ അയ്യപ്പൻ തന്നെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും, സംശയം വേണ്ട. ഓക്കെ. എല്ലാവരും അങ്ങനെ അയ്യപ്പൻ്റെ സ്വത്ത് അടിച്ചു മാറ്റിയിട്ട് സ്വസ്ഥമായി ജീവിക്കാമെന്ന് ആരും കരുതണ്ട. അവർക്കൊന്നും ഉറക്കമുണ്ടാവില്ല. കലിയുഗവരതനാണ് അയ്യപ്പൻ്റെ സ്വത്ത് അടിച്ചു പോയെന്നവർ ഒരാളും രക്ഷപ്പെടില്ല. അവരെല്ലാം യഥാർത്ഥത്തിൽ കയ്യാമം അവരുടെയൊക്കെ വീഴും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഈ മണപ്പാട്ടിൽ ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ VD സതീശനെ ആരോപണ വിധേയനാക്കിയിട്ടുണ്ട്. വിജിലൻസിൻ്റെ കണ്ടെത്തലൊക്കെ അദ്ദേഹത്തിന് ഈ ഫൗണ്ടേഷനുമായി അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ഇത് ഏതെങ്കിലും തരത്തിൽ UDFനെ ബാധിക്കാൻ സാധ്യതയുണ്ട്? ഒരു കാരണവശാലും ബാധിക്കില്ല. കഴിഞ്ഞ 5 വർഷം മുമ്പ് എൻ്റെ പേരിൽ ഇതുപോലെ ടൈറ്റാനിയം കേസ്,
എൻ്റെ പേരിൽ ഇങ്ങനെ CBIക്ക് വിട്ടു. എൻ്റെ ഉമ്മൻചാണ്ടിയുടെ ഒക്കെ പേരിലാണ്. ഞാനന്ന് KPC പ്രസിഡൻ്റ്. KPC പ്രസിഡൻ്റ് എന്ത് ടൈറ്റാനിയം കേസിൽ എനിക്ക് അതിന് ഫയൽ അറിയാമോ? അന്ന് കേരള ഹൈക്കോടതി തന്നെ എന്നെ അതിനകത്ത് നിന്ന് ഒഴിവാക്കി എൻ്റെ അത് സ്റ്റേ ചെയ്തതാണ്. ഇവർ വീണ്ടും അതെടുത്ത് CBIക്ക് വിട്ടു. ഒരു CBI എന്നെ ഇതുവരെ അന്വേഷിച്ചിട്ടില്ല. 5-8-10 വർഷമാകുന്നു. ഇതൊക്കെ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ്. ഇതൊന്നും ചിലവാകാൻ പോകുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൽ യുവാക്കൾക്ക് കൂടുതൽ സീറ്റ് കൊടുക്കും, പ്രാതിനിധ്യം കൊടുക്കുമെന്നാണ് പറയുന്നത്. അത്തരത്തിലൊരു സമീപനം ഉണ്ടാവില്ല അതിനെ? തീർച്ചയായിട്ടും എന്നും കോൺഗ്രസ് യുവാക്കൾക്കും സ്ത്രീകൾക്കും ഒക്കെ മതിയായ പരിഗണന കൊടുക്കുന്ന പാർട്ടിയാണ്. ഞാൻ തന്നെ 26ാമത്തെ വയസ്സ് MLA ആയ ആളാണ്. 27-8ാമത്തെ വയസ്സ് മന്ത്രിയായ ആളാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF പ്രത്യേകിച്ച് കോൺഗ്രസ് 52 ചെറുപ്പക്കാർക്ക് ഞങ്ങൾ സ്ഥാനാർത്ഥിത്വം കൊടുത്തതാണ്. അപ്പോൾ ഇവരെയൊക്കെ വിജയിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ അഹോരാത്രം കഷ്ടപ്പെട്ടതുമാണ്. പിന്നെ അന്നത്തെ പൊളിറ്റിക്കൽ സാഹചര്യവും കോവിഡും ഒക്കെ വന്നതുകൊണ്ടാണ് വൻ വിജയം ഉണ്ടാകാതെ പോയത്. അപ്പോൾ ഇത്തവണയും ചെറുപ്പക്കാർക്കും യുവാക്കൾക്കും ചെറുപ്പക്കാർക്കും സ്ത്രീകൾക്കുമെല്ലാം മതിയായ പരിഗണന നൽകും. ഇപ്പോൾ ലീഗ് കൂടുതൽ സീറ്റ് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ലീഗിൻ്റെ ഡിമാൻഡുകൾ കോൺഗ്രസിന് ഏതെങ്കിലും തരത്തിൽ സമ്മർദ്ദത്തിലാക്കുന്നുണ്ടോ? ഇതുവരെ അങ്ങനെ ഒരു കാര്യം ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ടില്ല. ഇതുവരെ ചർച്ച തുടങ്ങിയിട്ടില്ല. എനിക്ക് തോന്നുന്നില്ല ലീഗ് അനാവശ്യമായ ഒരിക്കലും ഒരു കാലത്തും അനാവശ്യമായ സീറ്റുകൾ സംബന്ധിച്ചുള്ള വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. ഇത്തവണ എന്തെങ്കിലും വിവാദം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നുമില്ല. കാരണം ഈ 5ാം മന്ത്രി ഡിമാൻഡ് വലിയ രീതിയിൽ ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമുക്കറിയാം. വലിയൊരു ദീർഘകാലാടിസ്ഥാനത്തിൽ UDFന് മുറിവേൽപ്പിച്ചൊരു വിഷയമാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അതിൽ നിന്നെല്ലാം പാഠം ഉൾക്കൊണ്ട് ഞങ്ങൾ പ്രവർത്തിക്കും. തീർച്ചയായിട്ടും മുന്നണി എന്ന് പറഞ്ഞാൽ എല്ലാവരും യോജിച്ച് പ്രവർത്തിക്കുമ്പോഴാണ്. അതെ, UDFൽ കൂടുതൽ അച്ചടക്കം ഊട്ടി ഉറപ്പിച്ച് മുന്നോട്ട് പോകും. വേറൊരു വിഷയം കേൾക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ നിയന്ത്രിക്കുക ലീഗായിരിക്കുമെന്നും ലീഗിൻ്റെ സ്വഭാവം ഇപ്പോൾ മാറിയിട്ടുണ്ട്, ഈ ജമാഅത്തയുടെയൊക്കെ തന്നെ സ്വാധീനമുള്ളത് കൊണ്ട് തന്നെ ഒരു തീവ്ര ലൈനിലേക്ക് അവർ പോയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളും ഇപ്പോൾ ഒരു പ്രചാരണം പോലെ നടക്കുന്നുണ്ട്. അത് CPMൻ്റെ ഒരു പ്രചരണമാണ്. CPM ഈ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും വർഗീയമായ കാർഡാണ് കളിക്കുന്നത്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അവർ ന്യൂനപക്ഷ കാർഡ് കളിച്ചു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എവിടെ പ്രസംഗിച്ചാലും അദ്ദേഹം പറയുന്നത് പൗരത്വ നിയമത്തെ പറ്റിയായിരുന്നു കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ്. പക്ഷെ പാർലമെൻറ്റിൽ ജനങ്ങൾ ഒറ്റക്കെട്ടായി UDFനെ വിജയിപ്പിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഇനിയിപ്പം ന്യൂനപക്ഷ കാർഡ് കളിച്ചിട്ട് കാര്യമില്ല, ഭൂരിപക്ഷ കാർഡ് കളിക്കുക. അതിനെയാണ് NSSനെ SNDP ഒക്കെ കൂട്ടുപിടിച്ച് ആഗോള അയ്യപ്പ സംഗമം നടത്തിയത്. അപ്പോൾ അയ്യപ്പന് തന്നെ ഇഷ്ടമായില്ല. അതാണ് പിറ്റേ ഒരാഴ്ച തന്നെ ഈ കേസും പുക്കാറും ഒക്കെ ആയത്. അപ്പം ഇപ്പം അവർ ശ്രമിക്കുന്നത് ഭൂരിപക്ഷ സമുദായത്തെ കൂടെ നിർത്തുക, ന്യൂനപക്ഷങ്ങളെ കളയുക. അത് രണ്ടും നടന്നില്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ശബരിമല വലിയൊരു വിഷയമായി. ഹിന്ദുക്കളുടെ ഭൂരിപക്ഷ വോട്ടുകൾ UDFന് ലഭിച്ചു. ന്യൂനപക്ഷങ്ങൾ സ്വാഭാവികമായിട്ടും ഞങ്ങളോടൊപ്പം വന്നു. ഇതായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകാൻ പോകുന്നത്. ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയം അതിനെതിരായിട്ടാണ് ഞങ്ങൾക്കെതിരായിട്ട് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ്. അപ്പം ഇപ്പം ഇന്ന് AK ബാലൻ്റെ ഒരു പ്രസ്താവന വന്നു. AK ബാലൻ പറഞ്ഞു UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും ആഭ്യന്തരമന്ത്രി എന്ന്. ഇത് BJPയുടെ ഭാഷയാണ്. ജമാഅത്തെ ഇസ്ലാമി നമ്മുടെ മുന്നണിയിലില്ല, ഞങ്ങൾ യാതൊരു ധാരണയില്ല. 40 വർഷം ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങിച്ച പാർട്ടിയാണ് CPM. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എവിടെയെങ്കിലും ലോക്കലായ ധാരണ ഉണ്ടാക്കിയോ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഞങ്ങളുടെ മുന്നണിയിൽ അവരില്ല. തന്നെയുമല്ല, അവർ UDF അധികാരത്തിൽ വന്നാൽ ഇവിടെ മാറാട് കലാപം പോലെ കലാപം ഉണ്ടാവുമെന്നും ആഭ്യന്തര വകുപ്പ് ജമാഅത്തെ ഇസ്ലാമിക്ക് കൊടുക്കണം എന്നൊക്കെ പറയുന്നത് കേരളത്തിൽ വർഗീയ ധ്രുവീകരണത്തിന് CPM ശ്രമിക്കുകയാണ്. അപകടകരമാണത്, അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷേ ഇപ്പോൾ അവർ പറയുന്ന വേറൊരു വിഷയം കൂടിയുണ്ട്. അതായത് ഇപ്പോൾ ഈ തദ്ദേശ ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഈ പല സമിതികളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ ചെയർമാൻ സ്ഥാനം അല്ലെങ്കിൽ ചില കോർപ്പറേഷൻ്റെ വൈസ് ചെയർമാൻ സ്ഥാനമൊക്കെ തന്നെ ഉപാധ്യക്ഷ സ്ഥാനമൊക്കെ തന്നെ പല സ്ഥലങ്ങളിലുമൊക്കെ ആവശ്യപ്പെടുന്നുണ്ട് ലീഗ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലൊരു ആരോപണം. ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയല്ലേ? അപ്പോൾ അവർക്ക് സ്വാധീനം ഉള്ളിടത്ത് അവർക്ക് പണ്ടും കൊടുത്തിട്ടുണ്ട്, ഇപ്പോഴും കൊടുക്കണം, അത്രയേ ഉള്ളൂ. അതിനകത്ത് കൂടുതലായിട്ടൊന്നും അവർ ചോദിച്ചിട്ടുമില്ല, അങ്ങനെ കൊടുത്തിട്ടുമില്ല. ഓക്കെ. ഈ സാമുദായിക വോട്ടുകൾ ഈ കുറി വിഘടിച്ച് പോകാനുള്ള സാധ്യതയുണ്ട് SNDPയുടെയും NSSൻ്റെയും ഒക്കെ തന്നെ ഒരു നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ? NSS എടുത്ത നിലപാട് സമദൂരമാണ്. SNDPയും നിലപാട് തന്നെയായിരുന്നു. തെരഞ്ഞെടുപ്പിന് ഇനി സമയമുണ്ടല്ലോ. കാരണം എല്ലാവർക്കും ഒരു കാര്യം ബോധ്യമായിട്ടുണ്ട്,
കേരളത്തിലൊരു ഭരണമാറ്റം ഉണ്ടാകാൻ പോവുകയാണ്. അത് വളരെ ശക്തമാണ്. ശ്രീ അപ്പോൾ സുമാ തീർച്ചയായിട്ടും അവരെല്ലാം യു ഡി എഫിനോടൊപ്പം വരും, അല്ലെങ്കിൽ യു ഡി എഫിനെ പിന്തുണയ്ക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ശ്രീ സുകുമാരൻ നായർ പറഞ്ഞിരുന്നു തന്നെ കാണാൻ കോൺഗ്രസ് നേതാക്കളൊന്നും തന്നെ വരുന്നില്ല, LDFിൻ്റെ നേതാക്കൾ വരാറുണ്ട്, കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഈ അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ സപ്പോർട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ശബരിമല കാര്യത്തിൽ NSSന് എന്നും ഒരു നിലപാടുണ്ട്. അപ്പോൾ അയ്യപ്പ സംഗമം നടത്തുമ്പോൾ അവരവിടെ പോയി പ്രതിനിധിയെ വിട്ടു. പക്ഷേ രാഷ്ട്രീയ തീരുമാനം അദ്ദേഹം പറഞ്ഞു സമദൂരമാണ് സമദൂരം തന്നെ. എന്ന് തന്നെ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അന്നും സമദൂരം, ഇന്നും സമദൂരം, അതിനൊന്നും ഞങ്ങൾ വലിയ മാറ്റം കാണുന്നില്ല. ഓക്കെ. അദ്ദേഹമായിട്ടുള്ള ആശയവിനിമയമൊക്കെ എപ്പോഴും നടക്കുന്നുണ്ടോ? ഇപ്പോൾ കുഴപ്പമില്ല. കാരണം പണ്ട് ഒരു 10-12 വർഷം ഞങ്ങൾ തമ്മിൽ അകൽച്ചയിലായിരുന്നു. പക്ഷേ ഇപ്പം കഴിഞ്ഞ പരിപാടിക്ക് മന്ദൻ ജയന്തിക്ക് തന്നെയാണ് ഉദ്ഘാടനത്തിന് വിളിച്ചത്. അതിനുശേഷം വലിയ കുഴപ്പമില്ല. പക്ഷേ ഞാനങ്ങനെ എൻ്റേതായ അഭിപ്രായങ്ങൾ എപ്പോഴും പറയുന്ന ഒരാളാണ്, ആരോടാണേലും. ഈ BJPയുടെ വളർച്ച ഏതെങ്കിലും തരത്തിൽ ആശങ്ക ഉണ്ടാക്കുന്നുണ്ടോ? കാരണം ഈ ഹിന്ദു വോട്ടുകൾ ആകർഷിക്കുന്നു, അതാണ് പ്രാഥമികമായിട്ടും അവർ ആകർഷിക്കുന്നത്, ഹിന്ദു വോട്ടുകൾ. അപ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ട്, ലോക്സഭയിൽ കിട്ടിയ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ട് പഞ്ചായത്തിൽ കിട്ടിയില്ല അവർക്ക്. BJPയുടെ വളർച്ച ഉണ്ടായതൊരു സ്ഥലം തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം ജില്ലയിൽ പ്രത്യേകിച്ച് കോർപ്പറേഷനിൽ അവർക്കൊരു വിജയമുണ്ടായി. അതിനെ നമ്മൾ ചെറുതായി കാണരുത്, ജാഗ്രതയോടുകൂടി കാണേണ്ടിയിരിക്കുന്നു. കോൺഗ്രസും CPM അടക്കമുള്ള സെക്യുലർ പാർട്ടികൾ ഇതിനെ ഗൗരവത്തോടെ കാണണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഞങ്ങളേതായാലും കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുമെന്ന് വിശ്വസിക്കുന്നവരല്ല. കഴിഞ്ഞ തവണ K മുരളീധരൻ മത്സരിച്ചതുകൊണ്ടാണ് അക്കൗണ്ട് തുറക്കാതെ പോയത്, അല്ലാണ്ട് CPMൻ്റെ മെച്ചം കൊണ്ടല്ല. അവരത് മനസ്സിലാക്കണം. ഓക്കെ. ഈ SIR വിഷയത്തിൽ എന്താണ് അങ്ങയുടെ അഭിപ്രായം? SIR കേരളത്തിൽ വലിയ പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കേരളത്തിലെ ജനങ്ങൾ വളരെ വിജിലൻ്റാണ്. നമ്മളെല്ലാവരും നമ്മുടെ വോട്ടുണ്ടോ എന്ന് നോക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടികൾ വളരെ വിജിലൻ്റായി പ്രവർത്തിക്കുന്നത് കൊണ്ട് ആരുടെയും വോട്ട് അങ്ങനെ വെട്ടിമാറ്റാൻ കഴിയില്ല. പക്ഷേ പൊളിറ്റിക്കൽ പാർട്ടി ജാഗരൂകരായിരിക്കണം ഓരോ ബൂത്തിലും. ഞങ്ങളത് ശ്രദ്ധിക്കുന്നുണ്ട്. ഓക്കെ. മറ്റൊന്ന്, അങ്ങ് പ്രതിപക്ഷ നേതാവായിരുന്നു, അല്ലെങ്കിൽ അങ്ങയുടെ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്തുള്ള കോൺട്രിബ്യൂഷൻസ് ഒക്കെ ഞാൻ ചോദിച്ചു, അങ്ങ് പറയുകയും ചെയ്തു. അതുപോലെ വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇരട്ട വോട്ട് കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട് അങ്ങ് ഇരട്ട വോട്ടുകൾ കണ്ടെത്തി അതിനെ ലിസ്റ്റ് ചെയ്യുന്നതിന് ഒരു സോഫ്റ്റ്വെയർ പോലും കൊണ്ടുവന്നു. അതിനുശേഷം അതിന് കൃത്യമായൊരു ഫോളോ അപ്പ് ഉണ്ടായില്ല എന്ന് തോന്നുന്നു. അതാണ് ഈ SIRൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞത്. അന്ന് ഇരട്ട വോട്ടുകൾ, മരിച്ചുപോയവർ, സ്ഥലത്തില്ലാത്തവർ, ആ വോട്ടുകളൊക്കെ കാലാകാലങ്ങളിൽ CPM ചെയ്തുകൊണ്ടിരിക്കുന്ന വോട്ടുകളാണ്. ഇപ്പോഴേ SIR വന്നു കഴിഞ്ഞാൽ അത് നടക്കില്ല. കാരണം ആധാർ കാർഡോ പ്രൂഫോ കാണിക്കണം. അങ്ങനെ അതുകൊണ്ടാണ് ഒരു BLOയെ സമ്മർദ്ദം ചെയ്ത് ആത്മഹത്യ വരെ ചെയ്തു കണ്ണൂർ. ഇപ്പോഴും കണ്ണൂരിൽ ഇത് വ്യാപകമായി നടക്കുന്നുണ്ട്. ഓക്കെ. പക്ഷേ കേരളത്തിലെ വോട്ടർ പട്ടിക ശുദ്ധീകരണത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്തത് ഈ ഇരട്ടയോട്ട് ഇല്ലാതാവും, കള്ളയോട്ട് ഇല്ലാതാവും, അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് വോട്ട് ഇല്ലാതാകും, പിന്നെ മരിച്ചുപോയവരുടെ വോട്ടുകൾ ഇല്ലാതാകും. അത് നല്ലതാണ്. അതെല്ലാം ഒരു ക്ലീനിങ് പ്രോസസ്സാണ് ഉണ്ടാവും. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർ BLAമാർ വളരെ സജീവമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ പ്രവർത്തിച്ചാൽ BLOമാർക്ക് വോട്ട് വെട്ടിക്കളയാൻ കഴിയില്ല. അത് ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ തിരഞ്ഞെടുപ്പ്, ഒരു ചോദ്യം കൂടി, ഈ തിരഞ്ഞെടുപ്പിൽ MP സ്ഥാനത്തുള്ളവർ മത്സരിക്കുമോ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ? ഞങ്ങൾ പാർട്ടി ഇതുവരെ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടന്നിട്ടില്ല. ഓക്കെ. ഞങ്ങളുടെ സ്ക്രീനിങ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ചെയർമാൻ ശ്രീ മധുസൂദനൻ മിസ്ത്രിയാണ്. അദ്ദേഹവും അതിൻ്റെ ടീമും കമ്മിറ്റിക്കാരും 13-14 തീയതികളിൽ വരുന്നുണ്ട്. അപ്പോൾ അവർ വന്ന് എല്ലാവരോടും സംസാരിക്കും. ഇതുവരെ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ മാനദണ്ഡങ്ങളോ വ്യക്തികളെ സംബന്ധിച്ചോ ഒന്നും ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. പക്ഷേ കേരളത്തിലിപ്പം എല്ലാ ചാനലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതെ. നാളെ മറ്റന്നാൾ തിരഞ്ഞെടുപ്പ് നടക്കുന്ന മട്ടിലാണ് ഇപ്പോൾ പോകുന്നത്. അതെ, ഓരോ ചൂടായിരിക്കുകയാണ്. ഓരോ മണ്ഡലത്തിൽ ആരൊക്കെയാണ് മത്സരിക്കുന്നത്? ഇലക്ഷൻ്റെ കാരണം അവർ ഈ ചാനലുകൾ തമ്മിൽ മത്സരമുണ്ടല്ലോ. ആ മത്സരം ഉള്ളത് കൊണ്ട് ആരാണ് കൂടുതൽ കാര്യങ്ങൾ തിരഞ്ഞെടുപ്പ് രംഗത്ത് പറയുന്നത്, അല്ലെങ്കിൽ അവതരിപ്പിക്കുന്നതെന്നുള്ളൊരു മത്സരമാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി ഇതുവരെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച ഉണ്ടായിട്ടില്ല. ഇല്ല. എന്തായാലും വളരെ സന്തോഷമുണ്ട് ഇത്രയും സമയം അങ്ങയോട് സംസാരിക്കാൻ സാധിച്ചതിൽ. കാരണം
കേരളത്തിൽ ഇപ്പോൾ ഉറ്റുനോക്കുന്ന മുതിർന്ന കോൺഗ്രസ് നേതാക്കളിൽ ഒരാൾ അങ്ങ് തന്നെയാണ്. കൃത്യമായ അജണ്ടകൾ സെറ്റ് ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് വെച്ച് പാർട്ടിയെ നയിക്കുവാൻ അങ്ങേക്ക് സാധിക്കുന്നുണ്ട്, അത് സാധിച്ചിട്ടുമുണ്ട്. കാരണം പല കാര്യങ്ങളിലും ആരോപണത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല. അങ്ങ് കൃത്യമായ തെളിവുകൾ മുന്നോട്ട് വെച്ചാണ് എതിർ പക്ഷത്ത് നിൽക്കുന്നവരെ നേരിടുന്നത്. അതിൽ ഞാൻ വിജയിച്ചിട്ടുമുണ്ട്. അസംബ്ലിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതെ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങ് 7 താഴിട്ട് പൂട്ടി സേഫിൽ വെച്ചാലും എനിക്ക് കിട്ടേണ്ട രേഖയാണെങ്കിൽ ഞാനത് കൊണ്ടുവന്നിരിക്കും. രേഖകളില്ലാതെ വസ്തുതാപരമല്ലാത്ത ഒരാരോപണവും ഞാൻ ഉന്നയിച്ചിട്ടില്ല. ഞാനതെല്ലാം ശരിയാണെന്ന് ജനങ്ങളുടെ മുമ്പിൽ തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. ഗവൺമെൻറ് അതെല്ലാം പിൻവലിച്ചു പോയിട്ടുണ്ട്. പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഒരു ഒരു വിദ്യാർത്ഥി എന്നുള്ള ആളുടെ ഒരു മനസ്സോടുകൂടി ആലോചിച്ചിട്ടുണ്ട്, എങ്ങനെ സാധിക്കുന്നുണ്ട് ഇത് ഇത്രയും അല്ല, അത് നമ്മൾ വർക്ക് ചെയ്യുമ്പോഴാണ്. നമ്മൾ 24/7 ആണ് നമ്മൾ വർക്ക് ചെയ്താൽ കിട്ടും. തീർച്ചയായിട്ടും. എല്ലാവിധ ആശംസകളും നേരുന്നു അങ്ങേക്ക്. മികച്ച very much. വിജയം നേടാൻ സാധിക്കട്ടെ. ഇത്രയും സമയം നമ്മോട് സംസാരിച്ചതിൽ വളരെയേറെ സന്തോഷം. കേരളമതി ഓൺലൈനുമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമാണ്, UDFന് ആവശ്യമാണ്. അതിന് പ്രത്യേകം നന്ദി, നമസ്കാരം. താങ്ക് യു. ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. എന്തായാലും ഒരു കാര്യം ഇവിടെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. കേരളത്തിൻ്റെ മുഖ്യധാരയിൽ എപ്പോഴൊക്കെ ശ്രീ രമേശ് ചെന്നിത്തല എന്ന നേതാവ് നിലയുറപ്പിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ തന്നെ ഫാക്ട്സിൻ്റെയും ഫിഗേഴ്സിൻ്റെയും അടിസ്ഥാനത്തിൽ എതിർപക്ഷത്തെ നേരിടുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. എതിർപക്ഷം എത്ര കരുത്തുള്ള മുന്നണിയാണെങ്കിൽ തന്നെയും പാർട്ടിയാണെങ്കിൽ തന്നെയും നേതാവാണ് എങ്കിൽ തന്നെയും അവരെ ഈ രേഖകളുടെ അടിസ്ഥാനത്തിൽ പിന്നോട്ട് പോകുവാൻ നിർബന്ധിതമാക്കിയിട്ടുണ്ട് അദ്ദേഹം എന്ന് കേരളം കണ്ടിട്ടുണ്ട്. ഇനിയും അത് നമ്മൾ കാണാൻ പോവുകയാണ്. ഇപ്പോഴത്തെ ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദത്തിലും അദ്ദേഹത്തിൻ്റെ ഇടപെടലാണ് ഈ കേസിന് ഒരു ട്വിസ്റ്റ് ഉണ്ടാക്കിയത്. വഴിമുട്ടി നിൽക്കുകയാണോ SITയുടെ അന്വേഷണം എന്ന് തോന്നിയപ്പോഴായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇടപെടൽ എന്നുള്ളതും നമ്മൾ കണ്ട കാര്യമാണ്. എന്തായാലും ഇത്തരത്തിൽ കൃത്യതയോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഇനിയും കേരള രാഷ്ട്രീയത്തിലും അത് മാത്രമല്ല അതിന് മുകളിലേക്കുമൊക്കെ തന്നെ ഉജ്ജ്വലമായ പ്രകടനത്തോടുകൂടി മുന്നോട്ട് പോകുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ടോക്കിംഗ് പോയിൻ്റ് അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.